ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലും സ്വർണ്ണക്കവർച്ച നടന്നുവെന്ന സൂചന നൽകി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണക്കില്ല. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24-ന് ലഭിച്ചു. അതേസമയം കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് തീരുമാനിക്കും. ശബരിമലയിലെ കൊടിമരം സ്വർണം പൂശാൻ 3 കോടി 20 ലക്ഷം രൂപ നൽകി കസ്റ്റംസിൽ നിന്ന് 9,573 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതിൽ 9,340 ഗ്രാം കൊടിമരത്തിൽ ഉപയോഗിച്ചു. ബാക്കി വന്ന 233 ഗ്രാം സ്വർണത്തിലാണ് വ്യക്തതക്കുറവ്. ഇതിനു പുറമെ 6 ഭക്തർ ചേർന്ന് 412 ഗ്രാം സ്വർണവും കൈമാറിയിരുന്നു. ഈ കണക്ക് മഹസറിലുണ്ടെങ്കിലും തിരികെ രസീത് നൽകിയതായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്കിടെ തന്നെ ചോദ്യം ചെയ്യാനാണ് നീക്കമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, വി.ഡി. സതീശന്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണത്തിൽ അന്വേഷണം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPIM. സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സ്ഥിതിക്ക് പിണറായിയുടെ മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്വേഷണം നടത്താൻ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് രൂപീകരിക്കും. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.